നടത്തുന്നത്. ഈ സമരത്തിന്റെ ക്യാപ്റ്റൻ ഞാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് ഇ പി ജയരാജൻ അവர்களാണ്. നിങ്ങളെവരുടെയും പേരിൽ സഖാവ് ഇ പി ജയരാജന് ഈ വേദിയിലേക്ക് സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നാളിതുവരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ ഫലമായി കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ കാർഷിക മേഖലയിലുണ്ടായ മാറ്റങ്ങളും കേരളത്തിലെ ഭൂവുടമ ബന്ധങ്ങളിൽ വന്ന മാറ്റവും കേരളത്തിലെ ജന്മിഭൂപ്രഭു വ്യവസ്ഥ അറുതി വരുത്തിക്കൊണ്ടുണ്ടായ ഭരണപരിഷ്കാരങ്ങളും അതെല്ലാം തന്നെ നമ്മുടെ കർഷക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു നിർണായക പങ്ക് അതിലുണ്ട് എന്നുള്ളത് ഈ ലോകം അംഗീകരിക്കാതിരിക്കാനാവില്ല. അങ്ങനെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കാലോചിതമായ വിഷയങ്ങളെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജന്മിത്വത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായ പോരാട്ടത്തിൽ തുടങ്ങിവെച്ച ഇതിന്റെ പ്രവർത്തനം ഇന്ന് വളർന്നു വന്ന് നമ്മളെ ആകെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തിനും അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിനും എതിരായി മാറുമ്പോൾ കാർഷിക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന വന്യമൃഗശല്യമുള്ള അടക്കമുള്ള പ്രശ്നങ്ങളെ ആകെ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നിയമം ഭേദഗതി ചെയ്യാതെ ഇത് പരിഹരിക്കാനാവില്ല എന്ന് കേരളത്തിന്റെ എം പിമാർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ എം പി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട എം പിയാണ്. അദ്ദേഹം അവിടെ അത് വിചാരിക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെയും ജോലി എന്താ? ഇത് മുഴുവൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തലായിട്ട് മാറുകയാണ്. എത്ര വിരോധാഭാസമാണ്, എത്ര യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, എത്ര നുണപ്രചാര വേലയാണ്, എത്രയോ ബീഭത്സമായ നുണകളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരു പരിധിവരെ ഒരു ഭാഗത്ത് നമ്മുടെ വിലത്തകർച്ചയും കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അടക്കമുള്ള സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള കേന്ദ്രത്തിന്റെ തെറ്റായ കാർഷിക നയങ്ങളും എല്ലാം വന്നപ്പോൾ ബോധ്യമുട്ടുന്ന കർഷകരുടെ മേലാണ് ഇത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ഈ ശല്യം. അതുകൊണ്ട് കേരളത്തിലെ കാർഷികോൽപാദനത്തിന് തന്നെ കുറവ് സംഭവിക്കും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ എം പിമാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? യു ഡി എഫിന്റെ എംപിമാർ കേരളത്തിന് വേണ്ടി അല്ലല്ലോ വാദിക്കുന്നത്. ജനങ്ങൾ അവരെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവരവിടെ നിന്ന് കേരളത്തിനെതിരായി വാദിക്കുകയല്ലേ? വാദിയുടെ വക്കീല് വാദിയെ വിട്ട് പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് പോലല്ലേ കോടതിയിൽ കേരളത്തിന്റെ എംപിമാർ അവിടെ ചെന്നിരുന്നുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ളതാണ്, അല്ലാതെ ഇന്ത്യ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടല്ല. വഞ്ചനാപരമായ നിലപാടാണ്. ഇത് നമ്മുടേതായിരുന്നു. എങ്ങനെയാണ് ഈ ഭൂമി നമ്മുടേതായത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി. 47 മുതൽ 57 വരെ ഭാഷാ സംസ്ഥാന രൂപീകരണം വരെ ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചത് കോൺഗ്രസ് പാർട്ടി. കേരളം ഭരിച്ചത് കോൺഗ്രസ് പാർട്ടി. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭൂപ്രശ്നം പരിഹരിച്ചു. എന്നാൽ കേരളത്തിലെ കൃഷിക്കാർ അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട അതിർത്തി വിഷയം ജന്മി നാടുവാഴിത്തലങ്ങളൊക്കെ. നിങ്ങൾ ഇന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ഭൂമി രാജഭരണത്തിന് കീഴിലായി, രാജാവിൻ്റെതായിരുന്നു. ഈ ഭൂമി എങ്ങനെ ജനങ്ങളുടെ ഭൂമിയായി മാറി? ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായി 1ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തി. കൃഷിഭൂമി കൃഷിക്കാരൻ, മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് ഭൂമി. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളെയും മണ്ണിൽ പണിയെടുക്കുന്ന അവശ്യ ജനവിഭാഗം ചളിവരമ്പിൽ പെടഞ്ഞു മരിച്ചുപോയ ഒട്ടനവധി മനുഷ്യർ, അവരുടെ എല്ലാം വികാരങ്ങൾ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് 1987 കേരളത്തിലെത്തിയത്. ആ EMS ഗവൺമെന്റാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭൂപരിഷ്കരണ നിയമം. നിയമങ്ങളെ മാറ്റി ഐക്യമുന്നണി ഗവൺമെന്റ് കാർഷിക രംഗത്ത് സമഗ്രമായ വികസനം ഉണ്ടാക്കാൻ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി.
അതോടുകൂടി കേരളത്തിൽ 28 ലക്ഷം കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളായി. 6.5 ലക്ഷം ഏക്കർ ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുക്കും. 6.5 ലക്ഷം ഹെക്ടർ ഭൂമി. കൈവശമുള്ള ഭൂമിയുടെ മേലെ ഏതെങ്കിലും സ്വകാര്യക്കാരിൽ നിന്നോ ബാങ്കിൽ നിന്നോ വായ്പ മേടിച്ച് കൃഷി അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ പണയപ്പെടുത്താനുള്ള അധികാരമില്ല. ഏതവസരവും ഭൂമി തട്ടിപ്പറിക്കാം. കെട്ടിട നിർമ്മാണത്തിൽ നിയമപരമായി നിങ്ങൾക്ക് പരിരക്ഷയില്ല. ഇങ്ങനെ ഒട്ടനവധി പേര് ഭയന്ന് ജീവിക്കും. കേരള കർഷക സംഘം ശക്തമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു 30-40 വർഷമായി കൈവശം വെച്ച് വരുന്ന ഭൂമി, അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ കൈവശം വെച്ച ഭൂമിയാണ്. ആ ഭൂമി കൈമാറി വന്നതായി അവിടെയാണ് വീട് വെച്ച് പോയത്. ഇന്ന് ആ കെട്ടിടം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഭൂമിക്ക് അവകാശമില്ല, ഒളിച്ചു മാറ്റണം എന്ന് പറയുന്നത് നീതീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനെല്ലാം നിയമ വിധേയത്വം കൊടുക്കണം. കേരള ഗവൺമെന്റ് അത്തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിയമപരമായ പരിരക്ഷയില്ലാത്ത എല്ലാ കെട്ടിടങ്ങളും പരിരക്ഷ കൊടുക്കാൻ അനധികൃതമായ കെട്ടിടങ്ങളോട് പേര് ദോഷം വരുന്നത്. അതുകൊണ്ട് ചെറിയ പെനാൽറ്റി, ഒരു പിഴ വസൂലാക്കുക. എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കും. ഭൂമി ലഭിച്ചതൊന്നും പരിഗണിക്കപ്പെടാതെ കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്ക് ഭൂമി കൊടുത്തു. രാഷ്ട്രീയമായിട്ട് അവർക്ക് പട്ടയം കൊടുത്തു. ആയിരക്കണക്കിന് കൃഷിക്കാർക്ക് പട്ടയം കിട്ടി. പല പേരിലും ഭൂപ്രശ്നങ്ങൾ. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഭൂപ്രശ്നവും പരിഹരിച്ചുകൊണ്ട് ഇടുക്കിയിലെ ഒരു കൃഷിക്കാരനും ഇനി 1 സെന്റ് കൈവശ ഭൂമി പോലും നഷ്ടപ്പെടുകയില്ല ഉറപ്പ് കൊടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുക. ഈ രംഗങ്ങളിലെല്ലാം കർഷകരോടൊപ്പം നിന്ന് കർഷക താല്പര്യം, കൃഷിക്കാരുടെ താല്പര്യം, ഭൂമിയിൽ പണിയെടുക്കുന്നവരുടെ, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശക്തമായി നിന്ന് പോരാടിയിട്ടുള്ള ഒരു കർഷക പ്രസ്ഥാനമാണ് കേരളത്തിലെ കർഷകർ. ആ കർഷക സംഘം ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പാകെ വയ്ക്കും. ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നം കാർഷികോൽപ്പന്നങ്ങൾ. കൃഷിഭൂമി കഴിച്ചുമ്പോൾ അവിടെ കാർഷിക വിഭവങ്ങൾ ഉണ്ടാകും. റബ്ബർ വെച്ചു. റബ്ബറിന്റെ ന്യായവില ലഭിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ റബ്ബർ ഉപയോഗിച്ചുകൊണ്ടാണ് ടയർ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞൊരു 10-25 വർഷക്കാലത്തിനുള്ള ടയറിന്റെ വില എത്രമാത്രം വർദ്ധിച്ചു? 100-150 ഇരട്ടി ടയറിന്റെ വില വർദ്ധിച്ചു. റബ്ബർ കൃഷിക്കാരന്റെ റബ്ബറിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടോ? ഇത് മുഴുവൻ വൻ കൂറ്റൻ കമ്പനികൾ കൊണ്ടുപോവുകയല്ലേ. ഈ റബ്ബർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ ലാഭവും കൂറ്റൻ കമ്പനികൾക്കാണ്. റബ്ബർ കൃഷിക്കാർക്ക് അവർക്ക് ന്യായവില ലഭിക്കുന്നില്ല. അതുകൊണ്ട് റബ്ബർ കൃഷിക്കാർക്ക് ന്യായവില ലഭിക്കണം. ഏലത്തിന് ഇപ്പോൾ കുറച്ചു വില മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഏലം കൃഷിക്കാർക്ക് അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ടും വില കിട്ടണം. 12,000 ചതുരശ്ര കിലോമീറ്റർ വനം പ്രദേശമാണ്, കാടുകളാണ്. നമ്മുടെ കേരളത്തിന്റെ വനം മാത്രമല്ല, ഈ പശ്ചിമഘട്ട പ്രദേശം മാത്രമല്ല, ഇതിനോട് ചേർന്ന് കർണാടകത്തിൽ, അതിനോട് ചേർന്ന് മഹാരാഷ്ട്രയിൽ, കേരളത്തോട് ചേർന്ന് തമിഴ്നാട്ടിൽ, ഇതെല്ലാം വലിയ മലനിരകളാണ്, വനപ്രദേശങ്ങളാണ്. ഈ വനമേഖലകളിലെല്ലാം വൻതോതിൽ വന്യമൃഗങ്ങളുണ്ട്. ആന, കാട്ടുപോത്ത്, തരി, പുലി, കടുവ, കുരങ്ങ്, പാമ്പ്, മുയല് എല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകി വരികയാണ്. ഇപ്പൊ ആന ഇറങ്ങുന്നു. മിക്ക ദിവസങ്ങളിൽ രാവിലെ പത്രം എടുത്ത് നോക്കിയാൽ ആന ഇറങ്ങുന്നതിന്റെ കാര്യമാണ്. ആന ചവിട്ടിക്കുന്നു. തൃശ്ശൂരിൽ മിനിഞ്ഞാന്ന് ഒരാൾ ആന കുത്തിക്കുന്നു. മാനന്തവാടി ഒരു സ്ത്രീ പുല്ലരിയാൻ പോയി. പുല്ലരിയാൻ വേണ്ടി പോയ സ്ത്രീയെ കാണുന്നില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ തല മാത്രം കാണും, തലയുടെ ഒരു ഭാഗം കാണും. കടുവ പിടിച്ചു, കടുവ തിന്നു സ്ത്രീയെ. ഇത് ദൈനംദിനമായി വന്നുകൊണ്ടിരിക്കുകയല്ല. വന്യമൃഗങ്ങൾ കാടിറങ്ങി വരികയാണ്. ആന കാടിറങ്ങി വന്ന് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയാണ്. അത് വന്ന് പട്ടണ പ്രദേശങ്ങളിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഏതാണ്ട്
നമ്മുടെ കേരളത്തിന്റെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 300-ലധികം പഞ്ചായത്തുകളുണ്ട് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്ക് ആരെയും വന്യമൃഗങ്ങളും ഇറങ്ങി വരികയാണ്. ഇപ്പോ അരിക്കൊമ്പൻ, നമ്മുടെ മാധ്യമക്കാർ കൊടുത്തൊരു പേരാണ്. അരിക്കൊമ്പന് പേര് കൊടുക്കാൻ കാരണം ഈ ആന അരിക്കട നോക്കി അരിയുടെ വാസന അരി തിന്ന് ശീലിച്ചു പോയില്ല. അതുകൊണ്ട് അരിക്കട നോക്കിപ്പോയി ആ കട അടിച്ചു പൊളിച്ച് അരിയെടുത്ത് നിന്ന അരിക്കൊമ്പൻ ചിന്നക്കരാറിലാണ് പോയത് ആദ്യം. ഇപ്പോഴത്തെ നമ്മുടെ പെരിയാർ വനാന്തരങ്ങളിലേക്ക് ആ ചിന്നക്കരാറിൽ നിന്ന് ആ അരിക്കൊമ്പൻ പോയിരിക്കുക. കാട്ടുകൊമ്പന്മാർ, കാട്ടാനകൾ ഇതിങ്ങനെ ഇറങ്ങി രാജ്യം മുഴുവൻ പന്നി, കാട്ടുപന്നി ആക്രമിച്ചിട്ട് എത്ര പേർക്ക് പരിക്കും ജീവഹാനി സംഭവിച്ചത്. നമ്മുടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു സഹദേവ്, ഞങ്ങളുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. സഹദേവ് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് സ്കൂട്ടറും എടുത്ത് വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുക. കാട്ടുപന്നി ആക്രമിച്ചു. പട്ടണത്തിൽ കാട്ടുപന്നി ആക്രമിച്ച് ഒരു 3-4 വർഷക്കാലമായി എല്ലാം തളർന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ ആവശ്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകനായി എത്ര പേര് കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ 600-ലധികം ആളുകളെ ഈ വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 4000-ൽ പരം വരുന്ന ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ മരണപ്പെട്ടവർക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റാണ് വനത്തിന്റെ ഉടമ. ഈ വനമേഖല കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ആ വനമേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല. ഈ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ലേ? 600 ആള് മരിച്ചിട്ട് ഒരു പൈസ ഒരു കുടുംബത്തിനും കൊടുത്തില്ല. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റ് നമ്മുടെ വനം വകുപ്പിന് 5 ലക്ഷം കൊടുക്കും. ആരെ ചവിട്ടിക്കുന്ന നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു 5 ലക്ഷം കിട്ടും. ഒരു മനുഷ്യന്റെ ജീവൻ പോയാൽ അതാണ് ഇപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിന് കിട്ടുന്ന ആശ്വാസം. ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഒരു കുടുംബം തകരുകയുണ്ട്. ഇങ്ങനെ എത്ര കുടുംബം തകരുകയാണ്? എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ ദുഃഖം അനുഭവിക്കുന്നത്? ഇതൊരു പരിഹാരം ഉണ്ടാകണ്ടേ? പാമ്പ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വനത്തിൽ ഒരു പാമ്പ് വന്നു, വഴിയെ പോകുന്ന ആളെ കടിക്കാൻ വന്നു. ഒരു മൂർഖനാളെ തല്ലിക്കൊല്ലും. തല്ലിക്കൊന്നാൾ ജയിലിൽ പോകണം. തൊടാൻ പറ്റില്ല. ഒരു വന്യമൃഗത്തെയും വേദനിപ്പിക്കാനോ പരിക്കേൽപ്പിക്കാനോ അതിന്റെ ആവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാനോ ഒന്നും ഒരു മനുഷ്യനും അധികാരമില്ല. ഇത് ഗുരുതരമായി ക്രിമിനൽ കുറ്റമാണ്. കാട്ടുപന്നിയെ കൊന്നാൽ 6 മാസത്തിനുള്ളിൽ കേസെടുത്തിട്ട് അവർക്ക് ചുരുങ്ങിയ 3 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കണം. ഒരു വന്യമൃഗത്തെയും കൊല്ലാൻ പറ്റില്ല. അതാണ് ഇവിടെ കൂടെ നിയമം. നേരത്തെയൊക്കെ വനമേഖലയിൽ താമസിക്കുന്നവര്, വനത്തോട് തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് ഈ വന്യമൃഗങ്ങളെ വേട്ടയാണ്. ഈ കാട്ടുപന്നിയൊക്കെ വന്നാൽ വേട്ടയാടും. അതിന്റെ മാംസമെടുത്ത് നല്ല രുചിയുള്ള മാംസമാണ്. ആളുകളെല്ലാം കൂടി കഴിയും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഓമനോട് വിശദീകരിച്ചതുപോലെ 1972 കോൺഗ്രസ് പാർട്ടിയാണ് നിയമം കൊണ്ടുവന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. വനങ്ങളിലുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടരുത്, സംരക്ഷിക്കണം. ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിന്റെ ദുരന്തമാണ് അനുഭവിക്കുന്നത്. അതാണ് ഇവിടുത്തെ എം പിയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്ത് പറയാനാ എം പി? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമമനുസരിച്ച് വനത്തിന്റെ പൂർണ്ണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഒരു മൃഗത്തെയും വേദനിപ്പിക്കാൻ പാടില്ല, ഭയപ്പെടുത്തരുത്. അതുകൊണ്ട് ആർക്കും വന്യമൃഗങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നീട് വന്ന BJP ഗവൺമെന്റ് ആ നിയമത്തെ ശക്തിപ്പെടുത്താൻ, ആ നിയമത്തെ കുറെ കൂടി കർക്കശമാക്കാൻ കുറെ ഭേദഗതികളും ഉത്തരവുകളും ചട്ടങ്ങളും ഉണ്ടാക്കി. അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഫോറസ്റ്റുകാർ
എവിടെയെങ്കിലും പന്നി വെടിയേറ്റ് മരിച്ചോ എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ ഫോറസ്റ്റുകാർ വരും, വനംവകുപ്പുകാർ വരും, വന്ന് ഇത് കൊണ്ടുപോകുന്നൊരു മാസ്റ്റർ തയ്യാറാക്കും. എങ്ങനെയാണ് ഈ പന്നി മരിച്ചത് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുഴി കുഴിച്ച് അതിൽ പന്നി ഇറച്ചി അവിടെ ഇട്ട് പന്നിയുടെ ജഡം അവിടെ ഇട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മൂടിപ്പോകും. ഏതായാലും പന്നി ചത്തും. മനുഷ്യർ മാംസാഹാരം കഴിക്കുന്നവരാണ്, അത് മനുഷ്യർ കഴിച്ചോട്ടില്ലേ. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം? ഈ നിയമം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കണ്ടേ? മനുഷ്യനുണ്ടാക്കുന്ന നിയമമല്ലേ? മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങൾ ഉണ്ടാക്കുമോ ഇങ്ങനൊരു നിയമം? അതവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം. ഇവിടുത്തെ നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പ്രശ്നമായി വന്നിരിക്കുകയാണ്. നമ്മുടെ വനാന്തരങ്ങളിൽ നിങ്ങൾ എത്ര ആനയുടേതാണ് നടക്കുന്നത്? 5700 പരം ആനകൾ കേരളത്തിന്റെ വനാന്തരങ്ങളിൽ ആന പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന ധാരാളം സഞ്ചരിക്കും. ഒരു ആനയ്ക്ക് ഒരു ദിവസം 65 ലിറ്റർ മുതൽ 100 ലിറ്റർ വരെ വെള്ളം വേണം. അതിന് ആഹാരം വേണം. ഈ മലമുകളിൽ ആനക്ക് ആഹാരം കിട്ടില്ല, വെള്ളവുമില്ല, ആഹാരവുമില്ല. ഇതിങ്ങനെ കാട് ഇറങ്ങി വരികയാണ്. അപ്പൊ ഈ ആഹാരം വനങ്ങളിൽ കിട്ടണം ആനക്ക്. ഈ നമ്മുടെ കേരളത്തിന്റെ അപ്പുറത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗം അവിടെയെല്ലാമുള്ള വനങ്ങളിലൊക്കെ തമിഴ്നാട് ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ഇവരെല്ലാം ഏതാണ്ട് വനവും എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെയുള്ള വന്യമൃഗങ്ങൾ ആനയൊക്കെ നല്ല ചൂട് വരുമ്പോൾ നേരെ ഇക്കപ്പുറങ്ങളാണ്. ഇവിടെ നമ്മുടെ വനപാലകന്മാർ വനം രക്ഷിക്കുന്നുണ്ട്, വനം വെച്ചുപിടിപ്പിക്കും. വനത്തിൽ എന്തെങ്കിലും നിയമം വിരുദ്ധമായിട്ടൊരു നടപടിയും അനുവദിക്കില്ല. അതുകൊണ്ട് കേരളത്തിന്റെ കാടിങ്ങനെയുണ്ട്. അതുകൊണ്ട് അപ്പുറത്തുള്ള വന്യമൃഗങ്ങളെ ഇപ്പുറത്തേക്കാണ്. ഇവിടെ എല്ലാം കൊണ്ട് വന്യമൃഗങ്ങളുടെ ഒരു സങ്കേതമായിരിക്കും.